മതമോ നോക്കാതെ ആശയും രാഷ്ട്രീയവും നോക്കാതെ കൈയോട്ട് പിടിച്ചുകൊണ്ട് സജീവമായി കൂട്ടമായി നീങ്ങിയാൽ ഏത് വൻശക്തിയെയും നമുക്ക് നേരിടാൻ കഴിയും. അതിൽ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. നാം ഒരുമിച്ചാൽ വിജയിക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടുന്ന എല്ലാ മാർഗങ്ങളും നാം സ്വീകരിച്ചുകൊണ്ട് മേൽ ഡിപ്പാർട്ട്മെന്റിലെ കൈയോട്ട് പിടിച്ചുകൊണ്ടും നമ്മൾ നേതൃത്വത്തെ കൈവിടാതെയും നാം ഒത്തുകൂടി നമ്മൾ ഒരുമിച്ച് നീങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ഒരു ബോക്സ് അതിന് അവൻ മരിച്ചു. എന്തായാലും അവൻ മരിച്ചു. അതിൽ രണ്ടാം പ്രതി അവിടെ നമ്മളെ സമയം ഇതിലൊക്കെ വന്നാണെങ്കിൽ ഇവരൊക്കെ നിരപരാധികളാണ്. അങ്ങനെ പേരിലൊക്കെ കേസുകളാണ്. രണ്ടാം പ്രതിയെ കഴിഞ്ഞ 2 മാസം മുമ്പ് പുത്തന്നെ ചെക്ക് പോസ്റ്റ് അവിടെ സംബന്ധമായി ധാരാളം ചർച്ചകൾ നടന്നതിന് ശേഷം ഒരു പാർട്ടി മീറ്റിംഗ് കൂടി നമ്മൾ അതുകൂടി കഴിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഇതിന്റെ പ്രാഥമിക യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് കൂടുതലായി പരിശ്രമിക്കുന്നു. കൗൺസിലും എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നാടിന് ഇതിന്റെ മുന്നേ നമ്മളിങ്ങനെ ഒരു സമിതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് അന്ന് നമ്മൾ ഉണ്ടാക്കിയപ്പോ അതിലുള്ള ആൾക്കാരെ മക്കളിൽ നിന്ന് ഒരാൾക്കാരെ പുറത്ത് ഞാൻ വാക്കുകൾ പറഞ്ഞതായി തന്നെ ഇതിലുണ്ടാവും ആൾക്കാർ വരാൻ പറ്റില്ല. ഞാൻ എന്റെ ഇതിലുണ്ടാവും, വരാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതൊന്നും. രണ്ടാമത് നേരത്തെ മുഹമ്മദ് അലിസാറിനോട് പറഞ്ഞു വ്യാപാര മേഖല കൈകാര്യം ചെയ്യണമെന്നുള്ളത് എല്ലാവരും ഒന്നുകൂടി നമ്മൾ ആലോചിച്ചിട്ടൊരു രൂപരേഖ ഉണ്ടാക്കുന്നതായും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. കാരണം 40 വാർഡില് 40 കൗൺസിലർമാരുടെ ജാഗ്രതാ ഉണ്ടാക്കാം. ഇപ്പോഴും ഓരോ വാർഡിലും പലജാതി കമ്മിറ്റികളും ജാഗ്രതാ കമ്മിറ്റികളും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കേരളത്തിൽ പല ഘട്ടങ്ങളെ കാര്യത്തിലുണ്ടായിട്ട് ശാസ്ത്രജ്ഞർ കൂട്ടായ്മയായി ഇവരെ ഇവരെ പറഞ്ഞത് 2 കാര്യങ്ങളാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സമയത്ത് നടത്തിയ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് മുതൽ ഇവിടെ എത്തിയാനായിട്ട് ഞാൻ ഞങ്ങളുടെ പ്രവർത്തിക്കുന്നുണ്ട്. അന്നും സിഗരറ്റും അതേപോലെ ഉള്ള ചെറിയ ചെറിയ ലഹരികളാണ് മദ്യം ഉൾപ്പെടെയുള്ളത്. ഇന്ന് അത് മാറ്റിവെച്ചാൽ ഭയാനകമായ തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ അഡ്വക്കേറ്റ് സാർ പറഞ്ഞത് ഒരുപാട് തിയറി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, മേക്കിംഗ് പ്രാക്ടീസ് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം അഭിനന്ദിക്കുക. എന്ത് ചെയ്യണം? ഇതിനു മുമ്പ് ഞങ്ങൾ 2 പൈസയുടെ നേതൃത്വത്തിൽ മേലക്കാടിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കി. കുറച്ചക്കാരെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നമ്മൾ സ്ഥാപിച്ച ബോർഡുകളൊന്നും നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ പുനരധിഷ്ഠിത കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. മരണവരെയോടേക്ക് തിരിച്ചു പോകാതെ പറ്റാനുള്ള കൈയോട്ട് പിടിച്ചുകൊണ്ട് സജീവമായി കൂട്ടമായി നീങ്ങിയാൽ ഏത് വൻശക്തിയെയും നമുക്ക് നേരിടാൻ കഴിയും. അതിൽ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. നാം ഒരുമിച്ചാൽ വിജയിക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടുന്ന എല്ലാ മാർഗങ്ങളും നാം സ്വീകരിച്ചുകൊണ്ട് മേൽ ഡിപ്പാർട്ട്മെന്റിലെ കൈയോട്ട് പിടിച്ചുകൊണ്ടും നമ്മൾ നേതൃത്വത്തെ കൈവിടാതെയും നാം ഒത്തുകൂടി നമ്മൾ ഒരുമിച്ച് നീങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ഈ സംരംഭം വിജയിച്ചെടുത്താൽ അല്ലാഹുവിൽ നിന്ന് വലിയൊരു പ്രതിഫലം നമുക്ക് അല്ലാഹു നൽകും. അതിൽ സംശയമില്ല എന്നുകൂടി നാം ഈ പുണ്യ മാസത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരും അതിനായി തയ്യാറാകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിയോട് സഹകരിച്ച എല്ലാവർക്കും
ഒരായിരം നന്മകൾ നേർന്നുകൊണ്ട് പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.